മൂന്ന് സംസ്കൃത വാക്കുകൾക്ക് അതിഗംഭീരമായിട്ടുള്ള അർത്ഥമാണുള്ളത്. ഈ മൂന്ന് വാക്കുകൾ എന്ന് ഞാൻ പറയുമ്പോൾ ബാക്കി വാക്കുകൾക്ക് അതിഗംഭീരമായിട്ടുള്ള അർത്ഥമില്ലെന്ന് ചോദിച്ചാൽ വളരെയധികം സാമ്യതയുള്ള എന്നാൽ ആരും പൊതുവെ ചിന്തിക്കാത്ത മൂന്ന് വാക്കുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അക്ഷതം, അക്ഷരം, അക്ഷയം. അക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലെ ആൽഫബറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അക്ഷരം ആ എന്നുള്ളതാണ്. സംസ്കൃതത്തിലും അത് തന്നെയാണ്. ആ, അവസാനത്തേത് ക്ഷ എന്നുള്ളതാണ്. കായും ഷായും കൂടി ചേർന്നത്. ഈ മലയാള അക്ഷരമാലയിലെ ഫസ്റ്റ് ആയും ലാസ്റ്റ് ക്ഷായുമാണ്. അക്ഷ എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽക്ക് അവസാനം വരെ അഥവാ കംപ്ലീറ്റ് എന്നാണ് അർത്ഥം. യം എന്ന് പറഞ്ഞാൽ കുറയാത്തത്, ക്ഷയം എന്ന് പറഞ്ഞാൽ കുറയുന്നത്. യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷയം, കുറയാത്തത്, കംപ്ലീറ്റ് ആയിട്ടുള്ളതും കുറയാത്തതും. അക്ഷരം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളതും നശിക്കാത്തതും. അക്ഷതം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളതും മംഗളകരമായിട്ടുള്ളതും. അക്ഷതം, അക്ഷ എന്ന വാക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ടു എൻഡ് പോയിന്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരം, അക്ഷതം, അക്ഷയം മൂന്ന് വാക്കുകൾക്കും നമ്മൾ സാധാരണ വാക്കുകൾക്ക് ലഭ്യമാകുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള അഗാധമായിട്ടുള്ള അർത്ഥമുണ്ട് എന്ന് സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. ആൽഫബറ്റിൽ 1 മുതൽക്ക് അവസാനം വരെ എന്നുള്ള 2 അക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് പൂർണ്ണമായിട്ടുള്ളത്. അക്ഷയം പൂർണ്ണമായിട്ടുള്ളത്, കുറയാത്തത്. അക്ഷതം പൂർണ്ണമായിട്ടുള്ളത്, മംഗളകരമായത്. അക്ഷരം പൂർണ്ണമായിട്ടുള്ളത്, നശിക്കാത്തത്. ഇന്ന് ഒരു പത്രത്തിൽ അക്ഷരം ബ്രഹ്മപരമം എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്ന ഒരു പണ്ഡിതൻ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമാണ് അക്ഷരം ബ്രഹ്മമാണ്, അക്ഷരം ബ്രഹ്മമാണ്, ഓംകാരം ബ്രഹ്മമാണ്, ശബ്ദം ബ്രഹ്മമാണ്. അതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ അക്ഷരം ബ്രഹ്മം എന്ന വാക്കിനർത്ഥം യഥാർത്ഥത്തിൽ ആൽഫബറ്റ് ബ്രഹ്മമാണെന്നല്ല. ബ്രഹ്മം അക്ഷരമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ബ്രഹ്മം പൂർണ്ണമാണ്. ആ ക്ഷ, ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേരുന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം പൂർണ്ണമാണ്. അക്ഷരം നശിക്കാത്തതാണ്. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് പൂർണ്ണമായത് നശിക്കാത്തതുമാണ്. Energy can neither be created nor be destroyed. If one form of energy changes, it will appear in another form. യഥാർത്ഥത്തിൽ നമ്മളുടെ ഉപനിഷത്തുക്കളിലെ വാക്കുകൾ അതിന് അർത്ഥം പലരും കൊടുക്കുന്നത് ശരിക്ക് ബുദ്ധിക്കും യുക്തിക്കും ചേരാത്ത വിധത്തിലാണ്. ജാഗ്രത, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാന്നിബോധത. Arise, awake, stop not till the goal is achieved. ഇങ്ങനൊരർത്ഥമേ അതിനില്ല. അത് മുഴുവനും രാമകൃഷ്ണ ആശ്രമക്കാരുൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് അതാണ്. ഉത്തിഷ്ഠത സിമ്പിൾ സംസ്കൃതമാണ്. ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് അപ്പ്. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ചങ്കൂറ്റത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുക. അവയെ അഭിമുഖീകരിക്കാനുള്ള കെൽപ്പുള്ളവനാവുക. ജാഗ്രത, ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധം ഉണ്ടാവുക. ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നതെന്തോ അതാണ് ജഗത്ത്. അതിലാണ് നിലനിൽക്കുന്നതെന്ന ബോധം ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് നിലനിന്നില്ലാതാകുന്നവരാണ് എന്നും നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല എന്നുള്ള ബോധം ഉണ്ടാവുക. പ്രാപ്യ വരാൻ നിബോധത. വരാൻ പ്രാപ്യ നിബോധത. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് അച്ചീവ്ഡ് എന്നാണോ അതിൻ്റെ അർത്ഥം? അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. ഇത്രയും ഞാൻ ഒന്നാമത്തെ സന്ദേശമായിട്ട് പറയാൻ കാരണം, അത് 10 മിനിറ്റ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ കാരണം, നമ്മൾ പഠിക്കുന്ന വാക്കുകൾ, വരികൾ, സൂക്തങ്ങൾ, ഇതിലെ ഈവൻ അക്ഷരങ്ങൾ പോലും
സംസ്കൃതത്തിൽ അസാധാരണമാം വിധത്തിൽ അർത്ഥസന്ദേശങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ കുറെ പഠിച്ചിട്ട് എന്തെങ്കിലൊക്കെ അറിവുള്ളവനാണ് എന്ന് വിചാരിക്കേണ്ട. അഗാധ തലത്തിൽ ചിലപ്പോൾ നല്ല പണ്ഡിതന്മാരെന്ന് ധരിക്കുന്ന വ്യക്തികൾ പോലും അതിനർത്ഥം കൊടുക്കുന്നത് നമ്മളുടെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലല്ല. അതുകൊണ്ട് ഒരാൾ നൽകുന്നത് എല്ലാം തികഞ്ഞതാണെന്നുള്ള അർത്ഥമൊന്നുമില്ല. നമ്മൾ അറിയാനുള്ളത് കുറേ കൂടി അഗാധ തലത്തിലേക്ക് കുറേശ്ശെ പഠിച്ചതിന് ശേഷം ഇറങ്ങി ചെല്ലുമ്പോൾ സ്റ്റെപ്പ് ചേഞ്ച് എന്ന ബിസിനസ്സിൽ പറയുന്ന മാതിരി സ്റ്റെപ്പ് ചേഞ്ച് ഇൻ അക്വയറിങ് നോളജ്, അറിവ് നേടുന്നതിൽ സ്റ്റെപ്പ് ചേഞ്ച് വേണം. കാരണം നേരത്തെ പഠിച്ചതുപോലെ അല്ല യഥാർത്ഥം എന്ന് മനസ്സിലായാൽ അത് യാഥാർത്ഥ്യം എന്തോ അതിൻ്റെ അടുത്തേക്ക് കൂടുതൽ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം യഥാർത്ഥ അർത്ഥത്തിലേക്ക്, അതിന് പാരമാർത്ഥിക അർത്ഥവും ഉണ്ടാവും, വ്യാവഹാരിക അർത്ഥവും ഉണ്ടാവും. അബ്സൊല്യൂട്ട് മീനിങ് ഉണ്ടായിരിക്കും, റിലേറ്റീവ് മീനിങ് ഉണ്ടായിരിക്കും. രണ്ട് അർത്ഥങ്ങളും പഠിച്ചു മുന്നേറാൻ സാധിക്കുമ്പോഴാണ് അറിവ് ശരിക്കും ലഭിക്കുക. തെറ്റായിട്ടുള്ളത് എത്ര വലിയവൻ പറഞ്ഞാലും തെറ്റ് തന്നെയാണെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കാം. അന്ധമായിട്ട് ആരെയും ഫോളോ ചെയ്യാതിരിക്കുക. പ്രണാമം.